പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ തിരുഹൃദയ മാസത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സാമീപ്യം വഴി വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ഈ ആത്മീയ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരല്പം കൂടെ സ്നേഹവും കരുണയും വിശുദ്ധിയും നന്മയും അവിടുന്ന് ഉളവാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങയോടുള്ള ഒരല്പം കൂടെ വിശ്വസ്തതയിൽ ജീവിക്കുവാനും വചനത്തിലൊരല്പം കൂടെ ആഴപ്പെട്ട് പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാ അനുഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ചൈതന്യം നൽകണമേ. ഞങ്ങളിലെ വിശുദ്ധിയുടെ നന്മയുടെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ മാത്രം പ്രാർത്ഥനയുടെ കരുത്തുള്ളവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 12-13 വചനങ്ങളിലൂടെ ഈ ദിനങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം കടന്നുപോയപ്പോൾ ചില ചിന്തകൾ മനസ്സിൽ ഉരുവായത് ഓർക്കുകയാണ്. ഈശോ പറഞ്ഞു വച്ചു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വീണ്ടും അവിടുന്ന് മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ച വചനമാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ കാരുണ്യവർഷത്തിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെച്ചു, കാരുണ്യത്തിൻ്റെ കവാടം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എപ്പോഴും തുറന്നു കിടക്കുകയാണ്. ദൈവപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം ഈ ലോകത്ത് അവതരിപ്പിച്ചവനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖം ഈ ലോകത്ത് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു വിളിയാണ് ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ, ഈ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ വചനമായും ദിവ്യകാരുണ്യമായും കൂദാശകളായും ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ഇന്ന് പകർന്നു കൊടുക്കാനായിട്ടുള്ളത് ഈ പ്രകാശമാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ പിതാവ് പരിശുദ്ധ സിംഹാസനം അലങ്കരിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ പരിശുദ്ധ പിതാവ് ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ട് കരങ്ങൾ ഉയർത്താൻ ഒരുമ്പിടുമ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. നമ്മളൊക്കെ ഒരുപക്ഷെ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ചാനലുകളിലൂടെ കണ്ട ആ ഹൃദ്യമായ ഓർമ്മ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നുകൊണ്ട് ആ ടെലിവിഷന് പോലും മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനേകർ അന്ന് കരങ്ങൾ ഉയർത്തി പരിശുദ്ധ പിതാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഓർക്കണം, ഈ പരിശുദ്ധ പിതാവ് പിന്നീട് പലതവണ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തികൾ ചെയ്യാൻ, ഒരു നന്മയുടെ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഒരു വല്യമ്മയാണ്. ഞാൻ കൊച്ചുനാളുകളിൽ വളർന്നത് എൻ്റെ വല്യമ്മയുടെ കൂടെയാണ്. എന്നിട്ട് റോസ എന്ന് പറയുന്നതായ വല്യമ്മയെക്കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മ പങ്കുവയ്ക്കുന്ന പരിശുദ്ധ പിതാവിനെ കണ്ടെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയാണ്, സത്യത്തിൽ ഒരു പ്രകാശമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ദീപം പോലെ ഫ്രാൻസിസ് പാപ്പ ഇന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുക, അതിനുള്ള കാരണം എൻ്റെ ശ്രേഷ്ഠതയൊന്നും അല്ല, എൻ്റെ നന്മയൊന്നും അല്ല, മറിച്ച് റോസ വല്യമ്മ എന്നെ വിശുദ്ധിയിലും ചൈതന്യത്തിലും വളരാൻ ഏറെ കഷ്ടപ്പെട്ടതാ. ആ അമ്മയുടെ പ്രാർത്ഥന, ആ അമ്മയുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം, ആ അമ്മയുടെ ജീവിത ചൈതന്യം, അതാണ് എൻ്റെ ജീവിതങ്ങളെ ഇത്രയും പര്യാപ്തമാക്കി തീർക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൻ്റെ പ്രകാശമാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഈ ലോകത്തിൻ്റെ പ്രകാശമാകാനായിട്ടൊരു വിളി ഒരു കത്തോലിക്ക ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ പ്രകാശത്തിൻ്റെ വക്താക്കളായിട്ട് മാറാൻ നമുക്ക് കടമയുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് വീണ്ടും ഓർമ്മിപ്പിച്ചു വെച്ചു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഈ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുമ്പോൾ എന്താണത് എന്ന് നമുക്കറിയാം. ഉപ്പിൻ്റെ ഗുണങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഒരു ഭക്ഷണപദാർത്ഥത്തോട് ഉപ്പ് ചേർക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് രുചികരമായിട്ട് തീരുക എന്ന് നമ്മൾക്കറിയാം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനേക ഇടങ്ങളിൽ പകർന്നു കൊടുക്കേണ്ട ഒരു ഉപ്പായിട്ട് മാറേണ്ടതാണെന്ന് ഓർക്കണം. ഈ കാലഘട്ടങ്ങളിൽ അനേകർ ഉപ്പായിട്ട് മാറിയിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ. പരിശുദ്ധ പിതാവ് ആനന്ദിച്ചാഹ്ലാദിക്കുവൻ എന്ന് പറയുന്നതായ പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും പുതിയ അപ്പസ്തോലിക ആഹ്വാനത്തിൽ അനേക വിശുദ്ധാത്മാക്കളെക്കുറിച്ച് മാത്രമല്ല, ഈ കാലഘട്ടങ്ങളിൽ ജീവിത പ്രലോഭനങ്ങളോട് പടപൊരുതി ജീവിച്ച് ഉപ്പായിട്ട് മാറുന്ന അനേകരെക്കുറിച്ച് മനോഹരമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊക്കെ ഉപ്പായി മാറാനായിട്ടുള്ള ഒരു വിളിയുണ്ട്. സ്നേഹമുള്ളവരെ, ഈ അടുത്ത നാളുകളിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള സംഭാഷണ മധ്യേ ഞാൻ ഓർക്കുകയാണ്. അവൻ പറഞ്ഞു, അച്ഛാ, കുറേയേറെ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഒരു ലാപ്ടോപ്പ് മേടിക്കാനുള്ള കൊതിയോടെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പൈസയൊക്കെ സ്വരൂപിച്ച് ഒരു ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അമ്മയ്ക്ക് അസുഖം വന്നു. അമ്മയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. ഏറെ സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ഈ ചെറുപ്പക്കാരൻ അവൻ്റെ പഠനത്തിന് ആവശ്യമായ ഒരു ഉപകരണമായി ലാപ്ടോപ്പും അതിൻ്റെ എക്വിപ്മെൻസും ഒക്കെ വാങ്ങണമെന്ന ആഗ്രഹത്തോടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു, അമ്മ ആശുപത്രിയിലായപ്പോൾ കുറേ പണം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്വപ്നം നടന്നില്ല അച്ഛാ. പക്ഷെ അവൻ പറഞ്ഞു, എനിക്ക് ഒരു ലാപ്ടോപ്പൊന്നും വിലയില്ല അച്ഛാ. എന്നെ 10 മാസം ചുമന്ന ഒരമ്മ, ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കുന്നതിന് പിന്നിൽ എന്നെ ത്യാഗത്തോടെ വളർത്തിയ ഒരമ്മയുടെ പ്രാർത്ഥനയുണ്ട്, കണ്ണീരുണ്ട്. അതെനിക്ക് മറന്നുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ലാപ്ടോപ്പൊന്നും അല്ല, എൻ്റെ അമ്മയോളം വിലയില്ല അച്ഛാ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പഠനത്തിനും. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നെഞ്ചിലൊരു സന്തോഷമുണ്ട്, മനസ്സിലൊരു കുളിർമയുണ്ട്. എന്താണെന്നറിയോ? ഇതുപോലെയുള്ള തിരിച്ചറിവുള്ള യുവാക്കൾ ഇന്നുണ്ടല്ലോ എന്നുള്ള ഓർമ്മ, എന്നുള്ള ചിന്ത സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, സത്യത്തിൽ ഇതുപോലെ ഉപ്പായിട്ട് മാറിയ ചില അമ്മമാരുടെ, ചില അപ്പന്മാരുടെയൊക്കെ ഓർമ്മകൾ. അതാ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെച്ചത്, ഈ വിശുദ്ധിയുടെ തലങ്ങളിൽ നിന്ന് ആർക്ക് സാധ്യമാകുന്ന, ഹൃദയത്തിൽ ആഹ്ലാദിക്കാൻ ആർക്ക് സാധിക്കുന്നത്? എപ്പോൾ? എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശത്തിൻ്റെ ജീവിതം നയിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഉറകെട്ടു പോകാത്ത ഒരു ഉപ്പായിട്ട് മാറുമ്പോൾ. ഈ അടുത്ത നാളുകളിൽ ഈ ആത്മീയ കേന്ദ്രത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പപ്പയുടെ ചില പ്രവൃത്തികളെക്കുറിച്ചുള്ളതായ അസ്വസ്ഥതകൾ ചില കാര്യത്തിലുണ്ടായിരുന്നു. വീട്ടിൽ മമ്മിയോട് സ്നേഹമില്ല, ഞങ്ങളോടൊക്കെ ഒരു വല്ലാത്ത ഒരു ദേഷ്യം, അസ്വസ്ഥ സ്വഭാവം. ഈ അടുത്ത ദിവസങ്ങളിൽ പപ്പയുടെ ഒരു ഫോൺ സംഭാഷണം ശ്രവിച്ചപ്പോൾ വിശുദ്ധിയില്ലാത്ത ഒരു തെറ്റായ ബന്ധം എൻ്റെ പപ്പ പുലർത്തുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് തീർത്താൽ തീരാത്തത്ര കലി തോന്നും അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉപ്പായിട്ട് മാറേണ്ട ചില ജീവിതത്തിൻ്റെ ചില സങ്കടങ്ങൾ മനസ്സിൽ വല്ലാണ്ട് അലയടിക്കുക. യഹൂദ പാരമ്പര്യത്തിൽ ഒരു പശ്ചാത്തലമുണ്ട്, ഒരാചാരം. അതിപ്രകാരമാണ്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇടറിയ വഴികളിലൂടെ പോയ ചില വ്യക്തികൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈ സിനഗോഗിന് മുമ്പിൽ വഴിവീതിയിൽ ഇങ്ങനെ വിലങ്ങനെ കിടക്കണം. വരുന്നവരൊക്കെ അവനെ അവളെ ചവിട്ടി കടന്നു പോകും. അപ്പോൾ ആ കിടക്കുന്ന ചവിട്ടുകൊള്ളുന്ന വ്യക്തി പറയണം, ഉറകെട്ടുപോയ ഒരു ഉപ്പാണേ, ഉറകെട്ടുപോയ ഉപ്പാണേ ഞാൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു പാരമ്പര്യം യഹൂദ ആചരണത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഞാൻ ഓർക്കുക, ഈ പശ്ചാത്തലത്തിൽ നിന്ന കർത്താവ് പറഞ്ഞു വെച്ചത് ഉറകെട്ടുപോയ ഉപ്പ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളത്തില്ല. പ്രിയപ്പെട്ടവരെ,
എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഞാനായിരിക്കുന്ന ജീവിതസ്ഥിതിയോട് വിശ്വസ്തത പുലർത്താതെ ജീവിക്കേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുക? നഷ്ടപ്പെട്ടു പോയ കൃപ, നഷ്ടപ്പെട്ടു പോയ ചൈതന്യം, ജീവിതത്തോട് വിശ്വസ്ത പുലർത്താത്ത അവസ്ഥ എന്ന് പറയുന്നത് ഈ ഉറകെട്ടുപോയ ഉപ്പിന് തുല്യമാ. കിടക്കണം നമ്മൾ തെരുവീതിയിലും വഴിയോരങ്ങളിലും ദേവാലയ കവാടങ്ങൾക്കൊക്കെ മുമ്പിൽ, എന്നിട്ട് മറ്റുള്ളവരുടെ ചവിട്ടുകൊണ്ട് പറയണം, എന്താ? ഉറകെട്ടുപോയ ഉപ്പാ, എൻ്റെ ജീവിതത്തോട്, എൻ്റെ ദൈവത്തോട് വിശ്വസ്ത പുലർത്താത്ത ഒരു ജീവിതമാണ് എൻ്റെത്. അതുകൊണ്ട് ഉറകെട്ടുപോയ ഉപ്പാ, എന്നെ ചവിട്ടിക്കടന്നു വെക്കോ എന്ന് പറയാൻ മാത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പര്യാപ്തമായിട്ട് തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന ഏത് ദൈവവിളി ആയിക്കോട്ടെ, ഞാനായിരിക്കുന്ന ഏത് ജീവിത സാഹചര്യമായിക്കോട്ടെ, ഞാനായിരിക്കുന്ന പ്രവർത്തന മേഖലകളോ ശുശ്രൂഷ രംഗങ്ങളോ ആയിക്കോട്ടെ, ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ ഒരു സമൂഹത്തിൽ ഏത് ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉപ്പായിട്ട് മാറാൻ, ഒരു പ്രകാശമായിട്ട് മാറാൻ സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധ്യമാകാതെ വരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണിത്. ചവിട്ടപ്പെടാനുള്ള ഒരു ജീവിതമായിട്ട് എൻ്റെത് ഇന്ന് അധപ്പതിച്ചു പോയെന്ന്, പ്രകാശം കെട്ട ജീവിതമായിട്ട് എൻ്റെത് ഇന്ന് അധപ്പതിച്ചു പോയെന്ന് നമ്മൾ തിരിച്ചറിയണം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഈ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടെടുക്കുന്നവരായിട്ട് നമ്മളൊക്കെ മാറണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുക. ഓർക്കണം, കേരളത്തിൻ്റെ വിശുദ്ധയായ അൽഫോൻസാമയൊക്കെ ആ രോഗശയ്യയിൽ വേദന അനുഭവിച്ച് കിടക്കുന്ന നിമിഷങ്ങളിലും പുറത്തേക്ക് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്ന സഹോദരിമാരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ആ വിറയ്ക്കുന്ന കൈകളിൽ അവിടെയുള്ള തിരിയൊന്ന് കൊളുത്തി, വേദനിക്കുന്ന കരങ്ങളാണെങ്കിലും ആ വിറയലോടെ ആ ജനലഴികളിലൂടെ പുറത്തേക്കൊന്ന് നെട്ടിപ്പിടിക്കും. എന്തിന്? കടന്നുപോകുന്നവർ ഒന്ന് തട്ടി വീഴാതിരിക്കാൻ, കടന്നുപോകുന്നവർക്ക് വെളിച്ചമില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ ഒരു വെളിച്ചം കൊടുക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ചത് ജീവിതത്തിൽ ഒരു ചെറു വേദനകളെയൊക്കെ സങ്കടങ്ങളെയൊക്കെ മറന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രകാശമായിട്ട് മാറാനുള്ള വിളി എനിക്കുണ്ടെന്നാ. ഈ നാളുകളിലൊക്കെ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം നിർവഹിച്ച് ഞാൻ ഓക്കെയായി എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മൾ തരം താഴരുത്. ചില കുഞ്ഞുങ്ങളൊക്കെ ചില വഴിതെറ്റിപ്പോകലിൻ്റെ അനുഭവങ്ങളിലൊക്കെ പറയും, പപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല, മമ്മി എന്നെ സ്നേഹിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ കൊച്ചിനോട് ചോദിക്കും, മോനെ നിനക്ക് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നില്ലേ, നിന്നിങ്ങനെയൊക്കെ പഠിപ്പിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പറയും, അതൊക്കെ വാങ്ങിത്തരുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തത് അച്ഛാ അവരുടെ കടമയല്ലേ. അതല്ലാതെ അവർ യഥാർത്ഥത്തിൽ ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ തിരിച്ചറിയുകയാ, ഞാൻ ചിന്തിക്കുക, എന്തോ ഒരു വ്യത്യസ്തതയാർന്ന ഒന്നാണ് ചില സ്നേഹവും കരുതലും എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു വിളി നമുക്കുണ്ട് എന്നുള്ളത് മറന്നുപോകാൻ സാധിക്കാത്ത ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ വിധത്തിൽ വിശുദ്ധിയുടെ ചൈതന്യം പേറാൻ, നന്മയുടെ ചൈതന്യം പേറാൻ ഒരു വിളി നമുക്കുണ്ടെന്ന് ഓർക്കണം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചത് കത്തോലിക്കൻ പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട ഒരു വിളക്കാ. കത്തോലിക്കൻ പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട ഒരു വിളക്ക. ഈ കാലഘട്ടങ്ങളിൽ ഉയർന്ന് പ്രശോഭിക്കുന്ന ഒരു വിളക്കായി മാറാനായിട്ടുള്ള ഒരു വിളി നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളിലോ ഏത് ജീവിത അന്തസ്സിലോ ഉള്ള വ്യക്തിയായാലും സ്നേഹമുള്ളവരെ, ഒരു പ്രകാശം ഈ ലോകത്തിന് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും ഒരു വിളിയുണ്ടെന്ന് ഓർക്കണം. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം. ആ ഹൃദയം മുഴുവൻ പ്രകാശ നമ്മൾ കണ്ടെത്തുമ്പോൾ ഓർക്കണം, ആ ഹൃദയം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആ സ്നേഹജ്വാല അനേക ജീവിതങ്ങളിലേക്ക് പകരുന്ന അവിടുത്തെ ജീവിത വിശുദ്ധിയാ. സ്നേഹമുള്ളവരെ, എങ്കിൽ ഞാനും നിങ്ങളും ആ തിരുഹൃദയ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, എൻ്റെ നിങ്ങളുടെ കുടുംബങ്ങൾ ആ തിരുഹൃദയ സ്നേഹത്തിലേക്ക് കടന്നു നിൽക്കുമ്പോൾ ഒരു പ്രകാശമായിട്ട് മാറേണ്ടതാ. ചില കുടുംബങ്ങളുണ്ട് ഈ നാളുകളിൽ വലിയ പ്രകാശമായിട്ട് മാറുന്ന കുടുംബങ്ങൾ. എല്ലാ ദിവസവും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നവർ, എല്ലാ ദിവസവും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന നടത്തുന്നവർ, അയലോക്കംകാർക്കും ആ ദേശത്തുള്ളവർക്കുമൊക്കെ അനുഗ്രഹവും ചൈതന്യമായിട്ട് മാറുന്നവർ. കാണുന്നവരൊക്കെ പറയും, ദേ ആ കുടുംബത്തെ കണ്ടുപിടിക്കുക. ഇവിടെ ഞങ്ങൾക്കൊക്കെ കൈചൂണ്ടി പറയാൻ ഒരു നന്മയുടെ മാതൃകയായിട്ട് പ്രശോഭിക്കുന്ന കുടുംബങ്ങളുണ്ട്.
ആ കുടുംബത്തിലൊന്നും വിളക്ക് കത്തിക്കാതെ തന്നെ അവിടെ ഒരു പ്രകാശമുണ്ട്. കാണുന്നവർക്കൊക്കെ ഒരാകർഷകത്വം തോന്നാനായിട്ടുള്ള ജീവിതത്തിൻ്റെ നന്മ നിറഞ്ഞ കുടുംബങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും ഇപ്പം ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ പ്രകാശം കെട്ടുപോകുന്ന എന്തെല്ലാം സാഹചര്യങ്ങളും അവസ്ഥകളാണ് ഉള്ളത്. ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ അടിമത്തം കൊണ്ട് എന്നിലെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഒരുപക്ഷെ വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ആത്മീയ കാര്യത്തിന് പങ്കെടുക്കാനായിട്ട് താല്പര്യമില്ല. ഈ വിധത്തിൽ കുടുംബ പ്രാർത്ഥനകളും ആത്മീയ ശുശ്രൂഷകളിലും ഒന്നും പങ്കാളിത്തമില്ലാത്ത ഒരവസ്ഥ കൊണ്ട് നാളുകളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനൊരു പ്രകാശം കെട്ടുപോയിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ കുറ്റം പറഞ്ഞും വൈദികരെയും സഭയൊക്കെ വിമർശിച്ചും അയൽവക്കംകാരൻ്റെയും സമൂഹത്തിലുള്ളവരുടെയും ഒക്കെ കുറ്റവും കുറവും പറഞ്ഞുമൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഈ സമൂഹത്തിൽ മുഴുവൻ പടർത്തി, ആ കുടുംബത്തിൽ പടർത്തി അതിൻ്റെ നന്മയും പ്രകാശവും കെട്ടുപോയിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് തീരുമാനം എടുക്കണം. സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുക. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും തീരുമാനം എടുക്കാനുള്ളതാ, എൻ്റെ കുടുംബത്തിൽ ഇനി ഒരു വിലകെട്ട സംസാരം വേണ്ട. എൻ്റെ കുടുംബത്തിന് ഈശോ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എൻ്റെ കുടുംബത്തിൽ ഇനി സംഭവിക്കാൻ പാടില്ല. ഈ തീരുമാനം ഇന്നെടുത്ത് സ്നേഹത്തോടെ ദൈവത്തിനു മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ശാന്തതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളെ ഒരു നിമിഷം അടച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്നേഹപൂർവം എൻ്റെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഈ തിരുഹൃദയമാസത്തിൻ്റെ അവസാനത്തിൽ അങ്ങയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായ എൻ്റെ കുടുംബത്തെ ഒരിക്കൽ കൂടെ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ നാളുകളിൽ ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ളതായ മനോഭാവങ്ങളോ ചിന്താഗതികളോ സംസാരങ്ങളോ പ്രവൃത്തികളോ വഴി ഈ കുടുംബത്തിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ അന്ധകാരത്തെയും കർത്താവെ ഇപ്പോൾ നീക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ എൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളോ സംസാരങ്ങളോ ജീവിത രീതിയോ വഴി ഇവിടെ വന്നു പോയിട്ടുള്ള എല്ലാ അന്ധകാരത്തെ എന്നേക്കുമായി കർത്താവെ നീക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ ഈ കുടുംബത്തിൽ അപ്രകാരമുള്ള പ്രവൃത്തികൾ വഴി അങ്ങയെ അപമാനിച്ചു പോയ എല്ലാ നിമിഷങ്ങൾക്കും ഈശോ ഇപ്പോൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, എൻ്റെ ഹൃദയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുവാനും എൻ്റെ കുടുംബത്തിൽ ആ പ്രകാശം നിലനിർത്തുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. കുടുംബം മുഴുവനെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരും ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയോ തിന്മയോ ബന്ധനമോ രോഗപീഠയോ അസ്വസ്ഥതയോ നിരാശപ്പെടുന്ന അനുഭവങ്ങളൊക്കെ കുടുംബത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടും ഒപ്പം ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടോ, രോഗപീഠകളുണ്ടോ, വിഷമതകളും വേദനകളും ഉണ്ടോ, നിരാശപ്പെടുന്ന അനുഭവങ്ങളുണ്ടോ, എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ടും കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഉയർത്തിപ്പിടിച്ച് അതീവ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, ഒരു ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, ഒരു അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, ഒരു ചൈതന്യത്താൽ എന്നെ നിറയ്ക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് മനസ്സ് തുറന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, നിന്നെ സ്നേഹിച്ച് ആരാധിക്കുന്ന കർത്താവെ, നിന്നെ മഹത്വപ്പെടുത്തി ആരാധിച്ച് നിനക്ക് നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് അവിടെ നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നെന്ന് പറഞ്ഞിട്ടും അങ്ങയുടെ തിരുഹൃദയത്തിന് യോജിക്കാത്ത വിധത്തിൽ ജീവിച്ചു പോയ എല്ലാ ജീവിത സ്ഥിതികളെ ഓർത്ത് മാപ്പ് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഓ ദൈവമേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കുറവുകളും അവിടുത്തെ സ്നേഹാഗ്നിയിൽ എരിഞ്ഞില്ലാതായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുത്തെ ദിവ്യപ്രകാശം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ ആ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കൂദാശയായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരമപരിശുദ്ധനായ ദൈവമേ, ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ മനസ്സ് നിറയെ നന്ദിയോടെ അങ്ങയുടെ തിരുസന്നിധാനത്തിലായിരുന്നുകൊണ്ട് ഞങ്ങളെ തന്നെ മുഴുവനായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ കാലഘട്ടങ്ങളിലെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ആഹ്ലാദിക്കാനും സന്തോഷിക്കുവാനും അങ്ങയുടെ ചൈതന്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ. പരിപൂർണ വിശുദ്ധിയായ പരിശുദ്ധ ദിവ്യകാരുണ്യമേ,
അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിശുദ്ധിയുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുവാനും ആ വിശുദ്ധിയുടെ ചൈതന്യത്താലും അങ്ങയുടെ സാന്നിധ്യത്താലും ഞങ്ങളുടെ ജീവിതങ്ങൾ ശക്തി പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ അതിയായ ദാഹത്തോടെ കർത്താവെ ഇതാ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ ഞങ്ങളുടെ കുറവുകളോടെ, ബലഹീനതകളോടെ, ഞങ്ങളുടെ പാപാവസ്ഥകളോടെ, അസ്വസ്ഥതകളോടെ, ഞങ്ങളുടെ രോഗങ്ങളോടെ, ഞങ്ങളുടെ ബലഹീനതകളോടെ കർത്താവെ ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് ജീവിതത്തിന് കുറവുകളും ബലഹീനതകളും പോരായ്മകളും രോഗാസ്വസ്ഥകളും എല്ലാം ജീവിക്കുന്ന ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവമേ, വിശുദ്ധി തരണമേ, കർത്താവേ കൃപ തരണമേ, കർത്താവേ ചൈതന്യം തരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും അധരം തുറന്ന്, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ എൻ്റെ ജീവിതത്തിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ നിന്നെ സ്നേഹിച്ച് ആരാധിക്കുന്നു. കർത്താവെ, നിന്നെ സ്നേഹിച്ച് മഹത്വപ്പെടുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങയുടെ ചൈതന്യത്താൽ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളെ അവിടുന്ന് ഇപ്പോൾ നിറയ്ക്കണമേ. ശക്തി ഒഴുക്കണമേ, ഭിക്ഷ കൊടുക്കണമേ, സൗഖ്യം ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ജീവിക്കുന്നു, യേശുക്രിസ്തു ജീവിക്കുന്നു. സത്യദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ശരണപ്പെട്ട് പ്രാർത്ഥിക്കുക. ആ കർത്താവിലേക്ക് ജീവിതങ്ങളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. കൃപ ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം വിവിധ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈശോയെ കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഈശോ ഉണ്ടെന്ന പരിപൂർണ ബോധ്യത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിന്നും സൗഖ്യം പ്രാപിക്കാൻ ഈശോയെ സ്പർശിച്ചും ആത്മാവിൻ്റെ അഭിഷേകം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനായിട്ടുള്ള ദാഹത്തോടെയും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിക്കുക, കർത്താവ് നിന്റെ ഭവനത്തിലിരുന്നു കൊണ്ട് നിന്റെ പ്രാർത്ഥനയുടെ ആഗ്രഹത്തെ കാണുന്ന കർത്താവാണ് നിൻ്റെത്. നിന്റെ ഭവനത്തിലിരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷത്തെ തിരിച്ചറിയുന്ന ദൈവമാണ് നിന്റെ ദൈവം. ആ കർത്താവാണ് ഈ തിരുവോസ്തിയിലുള്ളത്. മകനെ, മകളെ വിശ്വസിച്ച് കുടുംബത്തിൽ ചില മക്കളുടെ അസ്വസ്ഥത നിറഞ്ഞ ജീവിതം നിന്നെ സങ്കടപ്പെടുത്തുന്നുണ്ടോ? ചില മാതാപിതാക്കൾ ഈ നിമിഷം ഈ ടെലിവിഷന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ മക്കളെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്, ചില അസ്വസ്ഥതകളുണ്ട്. ചില മക്കൾ ചിലപ്പോൾ വഴിതെറ്റിപ്പോയതിനെ ഓർത്ത്, ചില മക്കളുടെ അനുസരണക്കേടിനെ ഓർത്ത്, ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ മൂഢതയെ ഓർത്തുള്ള സങ്കടമുണ്ടോ? കർത്താവിലേക്ക് ഒന്ന് കൊടുത്തേ, വിശ്വസിച്ച് കൊടുത്തേ. ഈശോ, ഈശോ അങ്ങേക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഈ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം തരാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ സങ്കടം കർത്താവേ മനസ്സിലൊരു പ്രത്യേക ഭാരമാണ്. ഇങ്ങനെയൊക്കെ വളർത്തിയിട്ടും ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. വിശ്വസിക്കുന്നു. മകനെ, മകളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളെ സമർപ്പിക്കുന്നു. ചില ദുശ്ശീലങ്ങളെ, തഴക്ക ദോഷങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് തന്നെ ചില സങ്കടങ്ങളെ, നിരാശകളെ സമർപ്പിക്കുന്നു. എന്നെ പിടികൂടുന്ന ചില പാവാവസ്ഥകളെ സമർപ്പിക്കുന്നു. ഈശോ, ഈശോ നീ എന്ന് കടന്നു വരാൻ, നീ എൻ്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കാൻ അതിയായ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് യാതന രൂപത്തിൽ പിടിച്ച് ജീവിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. ബോധ്യത്തോടെ ഇങ്ങനെ നെറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങളുടെ ഈ ഭവനം മുഴുവനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വസിക്കുന്നവനെ സാത്താന്റെ കെണിയിൽ നിന്ന്, അവന്റെ ബന്ധനങ്ങളിൽ നിന്ന് എന്റെ കുടുംബത്തെ വിടുവിക്കണമേ. ലോക അരൂപിയോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന എന്റെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്ന് വിശുദ്ധിയിലേക്കൊന്ന് കടന്നു വരുവാൻ കൊതിയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ, എന്റെ കുടുംബത്തിന് മേൽ അങ്ങയുടെ കരമുയർത്തണമേ. സക്കേവൂസിന്റെ ഭവനത്തിന്
രക്ഷ കൊടുത്ത കർത്താവേ, എന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ജീവനുള്ള സത്യദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കടന്നു വരുന്ന, വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന ഈശോയെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ വിഷമതകളെ അവിടുന്ന് കണക്കിലെടുക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിലുള്ള ബന്ധനാവസ്ഥകളിൽ നിന്ന് ഒരു മോചനം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ ദൈവമക്കളും ഈ നിമിഷം തമ്പുരാന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചൊന്ന് നിന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. ഓർത്തെ, കുടുംബത്തിലെ എന്ത് വിഷമതയാണ് നിന്റെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ടുള്ളത്, അതൊന്ന് കർത്താവിന് കൊടുത്തേ. മക്കളെ ഓർത്തുള്ളതാകാം, മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിഷമതയുള്ള പ്രയാസങ്ങളാകാം, കുടുംബാംഗങ്ങൾ ആരെങ്കിലും കുറിച്ചുള്ള ഓർമ്മകളാകാം, അയൽവക്ക ബന്ധങ്ങളിലെ അസ്വസ്ഥതകളാകാം, മറ്റേതെങ്കിലും തരത്തിൽ ഒന്നിനും ഉയർച്ചയില്ലാത്ത അവസ്ഥയാകാം. ചില കുടുംബങ്ങളിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയില്ല, പ്രത്യേക കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥ. മകനെ, മകളെ, നീ ഒന്നുകൂടെ കർത്താവിന് കൊടുത്തേ, വിശ്വസിച്ചൊന്ന് കൊടുത്തേ, നിരാശയൊന്ന് മാറ്റിയൊന്ന് കൊടുത്തേ. ഈ നിമിഷം ഞാൻ സൗഖ്യം പ്രാപിക്കുന്ന ഓർത്ത് ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഒരു സാക്ഷിയായിട്ട് ജീവിക്കുന്ന ബോധ്യത്തോടെ ഒന്ന് കൊടുത്തേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈശോയോട് ചേർന്ന് കർത്താവിനെ തൊട്ട് പ്രാർത്ഥിച്ചേ. നിന്റെ ജീവിതത്തിലേക്ക് സൗഖ്യം ഒഴുകട്ടെ, നിന്റെ കുടുംബത്തിലേക്ക് കൃപ ഒഴുകട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ തടസ്സമാകുന്ന സങ്കടങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ കൂടെയാണിത്. രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തി ഒരിക്കൽ കൂടെ ജീവിക്കുന്ന ദൈവനാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ബന്ധനങ്ങളെ കെട്ടുകൾ അഴിഞ്ഞു വരുന്ന നിമിഷങ്ങളാണ്. മറ്റാരുമല്ല മോചനം നൽകുന്നത്, ജീവിക്കുന്ന യേശുക്രിസ്തുവാണ്. വിശ്വസിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ ഇപ്പോൾ പൗരോഹിത്യത്തിന്റെ ശക്തിയോടും അധികാരത്തോടും പ്രാർത്ഥിക്കുന്നു. മലാക്കി 4:3, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം പുത്രനെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും, അവൻ നിങ്ങളെ കാൽക്കീഴിൽ ചാരം പോലെ ആയിരിക്കും. ഈ അധികാര വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ ഈ പ്രാർത്ഥിക്കുന്ന ദാസീദാസന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളും തിന്മയുടെ ബന്ധനങ്ങളും പൈശാചിക രൂപികളും എല്ലാ കെട്ടിയിട്ടിരിക്കുന്ന സ്വാധീനങ്ങളും യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി ഇപ്പോൾ അനേക കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. കെട്ടുകൾ പൊട്ടുന്നു, ബന്ധനം അഴിയുന്നു, സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. ആരാധന, 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 ആരാധന. ഈശോ സ്പർശിക്കുന്നുണ്ട്, ഈശോ സ്പർശിക്കുന്നുണ്ട്. പല കുടുംബങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിയപ്പെടുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പല കുടുംബങ്ങളിലേക്ക് ഇത് കർത്താവ് ഇപ്പോൾ ഇടപെടുന്നു. ഈശോയുടെ കരങ്ങൾ നീളുന്നു, ഈശോയുടെ കരങ്ങൾ നീളുന്നു. ആ കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയേ, ഈശോയേ, ഈശോയേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ.